മാണ് ഇത്തരം ഒരു അവസരം തേടി വകുപ്പ് ഇല്ല ഇല്ല ഒരു പിടിയില്ല. വകുപ്പ് ഏത് തന്നെ ആയാലും തീർച്ചയായും. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളോട് കടക്കുപുറത്ത് മാറി നിൽക്ക് അങ്ങോട്ട് അങ്ങനൊന്നും പറയില്ല. ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനപക്ഷ നിലപാടുകളുമായി കേരളത്തിന്റെ പൊതുവികസനത്തിന് അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ ഈ പദവിയിലേക്ക് എത്തിച്ച, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ പ്രിയപ്പെട്ടവരാണ് ഈ പദവിയിലേക്ക് എത്തിച്ചത്. അവർക്ക് ആ നാടിന്റെ വികസനത്തിന് ഒക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇന്നത്തെ ക്യാബിനറ്റ് നോക്കൂ, സാധാരണ ഗവൺമെൻറ്റൊക്കെ വരുമ്പോൾ മുമ്പത്തെ മന്ത്രിസഭയുടെ വല്ലതൊക്കെ അതിൻ്റെയൊക്കെ പുറകിൽ പോകും. ഞങ്ങൾ എത്ര ജനക്ഷേമ താല്പര്യം, പ്രത്യേകിച്ച് സ്ത്രീ എന്ന നിലയിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് എടുത്ത തീരുമാനം ഭൂരിപക്ഷവും സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, പാചക തൊഴിലാളികൾ, അവരുടെ കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന കൊടുത്തത്. അങ്ങനെ എല്ലാ രീതിയിലും ജനപക്ഷ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ജനങ്ങൾക്കും യുവാക്കൾക്കും എല്ലാം ഈ നാടിൻ്റെ പുതിയുഗ പിറവിയിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് കൂടുതൽ. തീർച്ചയായിട്ടും. ബഷീർ, ഇടയ്ക്ക് എന്നെ പോലുള്ള അങ്ങേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു നൊമ്പരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങ് മന്ത്രിയാവാൻ പോകുന്നില്ല എന്ന് ടെൻഷനായോ? അത് ഞങ്ങൾ മാധ്യമക്കാർ ഉണ്ടാക്കിയതാണോ? ഉറപ്പല്ലേ? പ്രഖ്യാപിക്കുന്ന ആൾക്കാർ പറയുമ്പോഴല്ലേ അതിന് അന്തിമം ഉണ്ടാവുള്ളൂ. അല്ലേ, ഞാൻ ഈ ഒരു സംശയം കൊണ്ട് ഞാൻ നമ്മുടെ ന്യൂസ് റൂമിൽ വിളിച്ച് ചോദിച്ചു, ഇതിന്റെ സോഴ്സ് എന്താന്ന് ചോദിച്ചു. കറക്റ്റ് സോഴ്സാണ്, ദീപക് തർമ്മണ പോലുള്ളവരാ സോഴ്സ്, അറിയാലോ. സോഴ്സ് ശരിയായില്ലേ? കറക്റ്റ് സോഴ്സ് ആയിരുന്നല്ലേ? ഓക്കെ ഓക്കെ. അല്ല, അപ്പൊ എനിക്കൊന്ന് ഫോൺ കോളുകൾ ഒരുപാട് വന്നു കാണുമല്ലോ. കാര്യം താങ്കൾ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പം വിളികൾ കൂടിയോ? വിളികളൊക്കെ കൂടി. ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടാവില്ല. ഇഷ്ടപ്പെടുന്നവരൊക്കെ വിളിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ആകാംക്ഷ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പിന്നെ നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു അംഗീകാരമാണല്ലോ. എന്റെ പേടിന്ന് വരുന്നത് അംഗീകാരം അല്ലെങ്കിൽ തന്നെ ഇത്തിരി ഫലിതബോധമുള്ള ഒരാളാ. അതൊക്കെ ഇതോടെ പോയി കിട്ടിയോ എന്ന് ഞാൻ വിചാരിച്ചു. നിയമസഭയില് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന പ്രസംഗമാണ് താങ്കളുടേത്. നമ്മളൊന്ന് കൂടണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരിക്കൽ നമുക്ക് ഇരിക്കാം, അത് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാം. നമ്മുടെ എം ലിജു ഒക്കെ ഉടനെ വരും. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ വകുപ്പ് ഏതാണെന്ന് തീരുമാനിച്ചു കിട്ടിയോ? ഇല്ല, വകുപ്പിന്റെ തീരുമാനം വന്നിട്ട് അപ്പൊ എല്ലാ വകുപ്പിനോടും പറയാം. പറയാം. ഈ എന്തായാലും KSRTC ബസ്സിൽ കൺഗ്രാജുലേഷൻ ഇവർക്കും, നിങ്ങൾക്ക് 5 പേർക്കും. എം ലിജു ഇരിക്കൂ. അപ്പോ ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് പോവാം. AB ഗണേഷ് കുമാർ പറഞ്ഞതറിയാം, മുൻ മന്ത്രി കുത്തുവാള എടുത്തു പോകുന്ന പറഞ്ഞു. എന്തെങ്കിലും കാണാതെ UDF പറയില്ല. പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുന്ന ഒരു മുന്നണിയാണ്. ഞങ്ങൾ എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനൊരു പ്രകടന പത്രികയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. പ്രിയങ്കനായ രാഹുൽജിയാണ് അതിൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അവിടെയൊക്കെ നടപ്പിലാക്കിയില്ലേ? സാമ്പത്തിക ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന് അതർ സോഴ്സ്. അദ്ദേഹം പറഞ്ഞൊരു ടെൻഷൻ എന്താണെന്നറിയാമോ? അപ്പൊ അദ്ദേഹത്തിന്റെ കണക്കിൽ ഒരു 80 കോടിയൊക്കെ വേണ്ടി വരും ഒരു മാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1000 കോടിക്ക് അനുസരിച്ച് ആനുവലി വേണ്ടി വരും. അപ്പൊ വാർഷികമായിട്ട് ഒരു 1000 കോടി ഇതിനായിട്ട് നീക്കി വെച്ചാൽ ഇപ്പൊ തന്നെ KSRTC ശ്വാസം വിടാൻ പാടും. മിസ്മാനേജ്മെന്റ് അല്ലേ? നേരെ മാനേജ് ചെയ്താൽ പറ്റും. നേരെ മാനേജ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാറ് 2011 മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ജനപ്രിയ പരിപാടി നടപ്പിലാക്കിയത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഭോജന സമ്പർക്ക പരിപാടി നടപ്പിലാക്കിയിട്ട് എത്ര ആനുകൂല്യം കൊടുത്തിന്? അപ്പം തന്നെ ചെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നല്ലോ, ഫണ്ട് കൊടുത്തിരുന്നല്ലോ. ഇപ്പോഴത്തെ കാലത്തിന് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മനുഷ്യന്മാരെ കാണുന്നുണ്ടോ? നാട്ടുകാരെ കാണുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം നല്ല എന്താ വെച്ചാൽ നമ്മൾ ഈ ആദ്യ ദിവസം തന്നെ പ്രഖ്യാപിക്കും എന്ന് പ്രഖ്യാപിച്ചത് ഗംഭീരമായി. അല്ലെങ്കിൽ കാരണം വാക്ക് പാലിച്ചില്ല എന്ന് ആദ്യം തന്നെ കല്ലടിച്ചാൽ നന്നായി. എല്ലാ കാര്യത്തിലും ജനങ്ങളോട് എന്താണോ UDF പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ നടപ്പിലാക്കും. അതിന് നടപ്പിലാക്കാൻ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബഹുമാന്യ മുഖ്യമന്ത്രി ഇന്ന് ക്യാബിനറ്റിലെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത്. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആക്സസ് അല്ലേ? ഇടിച്ചു കയറി ചോദിച്ചാൽ ഓക്കെ. അല്ല, ഈ ഇന്നിപ്പത്തെ ഈ ആൾക്കൂട്ടമൊക്കെ കണ്ട് മനസ്സൊന്നും ഇതായും തോന്നില്ല. വളരെ സന്തോഷമല്ലേ, ആഹ്ലാദല്ലേ? ജനങ്ങളെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതും അവരുടെ സന്തോഷത്തിന്റെ ഒരു ദിനാണ്. 10 കൊല്ലം അനുഭവിച്ച ആ ദുഃഖത്തിൽ നിന്ന് മാറി ഒരു സന്തോഷം ഉണ്ടായ അതൊക്കെ ആൾക്കാരെ കണ്ണുമൂറും കാണ്ടിനി. എനിക്ക് ഒന്നേ അറിയണ്ടു, നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങളുടെ ഈ ബലിതബോധമാണ്.
അത് ഈ മന്ത്രിക്കുപ്പായ അണിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അത് നമ്മൾ പേടിക്കണം. പേടിക്കണ്ടല്ലോ, ഉറപ്പല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊന്ന് കാണും. ഓക്കെ, അത് ഈ പതിനെന്ന് പറയുന്നത് നമ്മുടെ പ്രസംഗത്തിനും സാഹചര്യത്തിനും സന്ദർഭത്തിനനുസരിച്ച് അപ്പം വരുന്ന നമ്മുടെ ഡീനയിലുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.